ഹലോ, വെൽക്കം ഓൾ. ഇന്ന് നമ്മൾ ലാബിൽ ഒരു ദിവസമാണ് കാണിക്കാൻ പോകുന്നത്. ഇത് എല്ലാ ദിവസവും ഒരേപോലെയുള്ള കാര്യങ്ങളാവില്ല നമ്മൾ ചെയ്യുക. ഓരോ ദിവസവും ഓരോന്ന്. ഇന്ന് കുറച്ച് കെമിക്കൽസൊക്കെ നമുക്ക് ഉണ്ടാക്കാനുണ്ട്. അതുപോലെ തന്നെ ഇന്നെന്ന് വെച്ചാൽ കുറേ കാലമായിട്ട് കെമിക്കൽസ് ഇട്ട് വെച്ച ബോട്ടിൽ ഇതേപോലെ ചിലപ്പം ഓപ്പൺ ചെയ്യാൻ പറ്റാതെ ഉണ്ടാവും, ജാമായി പോയിട്ടുണ്ടാവും. അപ്പം അത് ഓപ്പൺ ചെയ്യാനുള്ള ഒരു സൊല്യൂഷനാണ് ഞങ്ങൾ നോക്കുന്നത്. അപ്പോൾ അതിനെന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ NaCl പോലെയുള്ള കെമിക്കൽസ് ആണെന്നുണ്ടെങ്കിൽ അതിൽ എന്ന് പറഞ്ഞാൽ മെറ്റലാണ്. അപ്പം നമുക്ക് വാം വാട്ടർ ഒഴിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ മെറ്റൽസൊക്കെ എക്സ്പാൻഡ് ചെയ്യും, എന്നാൽ ഗ്ലാസ് ബോട്ടിൽ എക്സ്പാൻഡ് ചെയ്യില്ല. അപ്പോൾ അതൊന്ന് ലൂസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് പരീക്ഷിച്ച് നോക്കാറിച്ചു. ഇത് കോപ്പർ സൾഫേറ്റ് ആണ്. അപ്പം കോപ്പർ സൾഫേറ്റ് ഉണ്ട്, NaClൻ്റെ സൊല്യൂഷനൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിന്ന് അതൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്യാൻ പറ്റുമോ നോക്കുകയാണ്. ഇതിൽ എനിക്ക് കോപ്പർ സൾഫേറ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ മറ്റേതൊക്കെ ഇങ്ങനെ വാം വാട്ടർ ഒഴിച്ചാണ്ട് ഓപ്പൺ ചെയ്യുമ്പം ഓപ്പൺ ആക്കാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കുറച്ച് റെക്കോർഡൊക്കെ എഴുതാനുള്ളത് നമ്മളിവിടുത്തെ കെമിസ്റ്റ് എഴുതാനുണ്ട്. ആളുടെ പേര് പൂജ എന്നാണ് കേട്ടോ. ഞാൻ പരിചയപ്പെടുത്താൻ മറന്നുപോയി. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഉണ്ടായിരുന്ന കുറച്ച് എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. അതൊക്കെ ഒന്ന് വർക്കിംഗ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇത് കളറിമീറ്ററാണ്. അപ്പോൾ ഇത് നമ്മൾ ഒന്ന് ചെക്ക് ചെയ്യാൻ പോവാണ്. വല്ല എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ നോക്കണം. ഇത് വർക്കിംഗ് ചെയ്യുന്നില്ല. ലൈറ്റ് കത്തുന്നുണ്ട്, പക്ഷേ ഇതിൽ നമ്പേഴ്സൊന്നും കാണിക്കണ്ടായിരുന്നില്ല. അതേപോലെ ആ ഒരു നോബ് തിരിക്കാനും പറ്റുന്നുണ്ടാവില്ല. ഞങ്ങളെല്ലാവരും രണ്ടാളും നല്ല പവറിൽ തിരിച്ചു നോക്കുന്നുണ്ട്, പക്ഷേ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇന്ന് അതേപോലെ ഡിസ്റ്റിലേഷൻ്റെ യൂണിറ്റ് ഒന്ന് വർക്ക് ചെയ്യിപ്പിക്കാൻ നോക്കിയതാണ്. പക്ഷേ നല്ല അപകടത്തിൽ നിന്ന് ഞങ്ങൾ ജസ്റ്റ് മിസ്സായതാണ്. എന്തോ ഒരു പൊട്ടിത്തെറിയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പം ഇത് വർക്ക് ചെയ്യിപ്പിക്കാൻ നോക്കിയാൽ ഞങ്ങൾ ഫെയിലായിട്ടുണ്ട്. ഇനി നോക്കണത്, ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വാട്ടർ ബാത്ത് നോക്കണം. പക്ഷേ വാട്ടർ ബാത്തിൽ അതിൻ്റെ വാട്ടർ അതിൽ ഒഴുക്കണത് അറിയാം, അത് തിരിച്ചതിനെങ്ങനെ കളയുക എന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങൾക്ക് രണ്ടാൾക്കും യാതൊരുവിധ ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആർക്കെങ്കിലും ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം. ചില ടൈപ്പ് ഷെയ്ക്കറിലൊക്കെ, വാട്ടർ ബാത്ത് ഷെയ്ക്കറിലൊക്കെ ബാക്കിലൊരു ഔട്ട്ലെറ്റ് ഉണ്ടാവും വെള്ളം പുറത്ത് കളയാൻ. പക്ഷേ ഇതിനതില്ല. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് വെള്ളം കളയുക എന്നറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ ദിവസം ഇത്രയൊക്കെ ഉള്ളൂ.